പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിന് ആഹാരം വാരിക്കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ വിക്രവും ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയാണ്, നിങ്ങളുടെ പെങ്ങൾക്ക് എന്ത് അഹങ്കാരമാണ്, എന്താടി? അല്ല, നിങ്ങൾ ആ വേദയുണ്ടല്ലോ, ആ വേദയാണെങ്കിൽ ഇപ്പോൾ ആരെ അവളുടെ മുറിയിലോട്ട് കയറാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാനോ അവൾ സമ്മതിക്കത്തില്ല. ആഹാരം കഴിക്കുന്നത് വരെ അവളുടെ മുറി വെച്ചാണെന്ന് വർഷ പറയാണ്. നീ എന്താ അങ്ങനെ പറയുന്നത് ശ്രീകാന്ത് ചോദിക്കാൻ. അല്ല, ഇന്നാണെങ്കിൽ അവളുടെ ഒരു കൂട്ടുകാരി വന്നായിരുന്നു, ഇഷിത. അതുമായി മുറിയിൽ അടച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചു. ജ്യൂസുമായിട്ട് ചെന്ന് ദീപ്തിയെ പോലും അകത്തോട്ട് കേട്ടില്ല. പക്ഷെ ഞാൻ ചെന്ന് അവരെ താഴെ സ്നാക്സ് കഴിക്കാനായിട്ട് വിളിക്കാനായിട്ട് ചെന്നപ്പോൾ എന്നെ അകത്ത് കയറ്റില്ല. പക്ഷെ ഞാൻ ഇടിച്ചം കയറിയപ്പം ആ മുറിയിൽ ഭയങ്കര മരുന്നിൻ്റെ സ്മെല്ല്. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേദ ദേശിങ്ങി വരികയാണ്. അപ്പം എന്താണെന്ന് അവൾ പറഞ്ഞതെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അത് അവളെന്തോ ഓയിൽമെൻ്റ് കണ്ടിട്ടതാണ്, അതുകൊണ്ടാണ് ഈ സ്മെല്ലെന്ന് അവൾ പറഞ്ഞതെന്ന് വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. മാത്രമല്ല ശ്രീയേട്ട, അവളാണെങ്കിൽ ആഹാരം എടുത്തുകൊണ്ട് മുറിയിൽ പോയിരുന്നേ കഴിക്കത്തുള്ളൂ. അതും ഒരാൾക്ക് തിന്നാനുള്ള ആഹാരമാണെന്നും തോന്നില്ല, രണ്ടുപേർക്ക് തിന്നാനുള്ള ആഹാരമൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ എന്ന് വർഷ പറയാണ്. ഭയങ്കര ദേഷ്യമാണ്. എന്നോടാണെങ്കിൽ സംസാരിക്കത്ത പോലുമില്ല, എന്നെ കാണുമ്പോൾ എന്തോ ദേഷ്യമാണ്. എൻ്റെ അച്ഛൻ അവളോട് എന്തോ ചെയ്ത പോലെയാണ്, എൻ്റെ അച്ഛനും ശ്രീയേട്ടനൊക്കെ അവളോട് എന്തോ ചെയ്ത പോലെയാണ് അവൾ എന്നോട് സംസാരിക്കുന്നതെന്ന് വർഷ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? ഒന്നാമത് ആ വിക്രമമായിട്ട് വഴക്കിട്ട് വന്ന് നിൽക്കുകയില്ലേ, അതിൻ്റെ ഒരു ഡിപ്രഷനൊക്കെ കാണും, അതാ. അപ്പോൾ ഉടനെ വർഷയും പറയുന്നുണ്ട്, അമ്മയും പറയുന്നത് അതാണ്, അവൾ എന്തോ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണെന്ന് അമ്മ പറയുന്നത് എന്നുള്ള കാര്യം വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു പെങ്ങൾ ദീപ്തി, അവളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, അവളുടെ അടുത്തും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് വേദയുടെ കാര്യം. അപ്പോഴാണ് ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യം ഓർത്തത്. വേദയുടെ ഓരോ ചലനവും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് മുറിയിലാണെങ്കിൽ വിക്രം ആഹാരമൊക്കെ കഴിച്ച് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. കാലിലെ ബാൻഡേജൊക്കെ അയച്ച് വേദ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. കയ്യിൽ മുറിവിലും മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ നീറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പം ശ്രീകാന്താണെങ്കിൽ നേരെ മുകളിലോട്ട് കയറി വരികയാണ്. വേദയൊന്ന് ശ്രദ്ധിക്കണമല്ലോ എന്നും പറഞ്ഞ് മുകളിലോട്ട് കയറി വരികയാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ വിക്രത്തിന് മരുന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് വിക്രത്തിന് വേദനയെ എടുക്കുന്നുണ്ട്. അപ്പം വേദന എടുത്ത് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ശ്രീകാന്ത് കയറി വരുന്നത്. ശ്രീകാന്താണെങ്കിൽ അവിടെ വന്ന് റൂമിൻ്റെ പുറത്ത് വന്ന് അകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും അകത്തുണ്ടോ, എന്തെങ്കിലും സംസാരം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. തട്ടുന്നത് കേൾക്കുമ്പോഴത്തേ വേദ പറയും, ആരോ തട്ടുന്നുണ്ടല്ലോ എന്ന് വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്. ആരാന്ന് വേദ അകത്തുനിന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്. അതെന്താ, ആരാന്നറിഞ്ഞാലേ നീ തുറക്കത്തോളാം എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അപ്പോൾ വേദ വിക്രത്തിനടുത്ത് പറയാണ്, ശ്രീയേട്ടനാണ്. വിക്രം അങ്ങോട്ട് മാറിക്കോളാൻ പറയാണ്, മുറിയിലിരിക്കണ്ട പുറത്തേക്ക് പൊക്കോളാൻ പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന മരുന്നും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നേരെ വിക്രം പുറത്തേക്ക് പോവുകയാണ്. സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തേക്ക് ബാൽക്കണിയിലേക്കാണ് വിക്രം പോകുന്നത്. അങ്ങനെ വിക്രം ആ മുറിയിൽ നിന്ന് മാറിയതിന് ശേഷം വേദ എന്ന ഡോറ് തുറക്കുവാണ്. എന്താടി ഡോറ് തുറക്കാൻ ഇത്ര താമസമെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. നിങ്ങളെ വിളിക്കുമ്പോൾ ഉടനെ ഡോറ് തുറന്ന് വരണമെന്ന് വല്ല നിയമം ഉണ്ടോ എന്ന് വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല, കുറേ നേരമായി നിന്നെ വിളിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വർഷ പറഞ്ഞു, നീ ഇപ്പം ആഹാരം കഴിപ്പൊക്കെ മുറിയിൽ തന്നെ, എന്താ മുറിയിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. നിൻ്റെ ഒരു കൂട്ടുകാർ ഇഷിത വന്നെന്ന് പറഞ്ഞ്, ഇഷിതയായിട്ട് മുറി ഇരുന്ന് നീ അങ്ങ് ഭയങ്കര ചർച്ചയായിരുന്നു, മുറി അടച്ചിട്ടിട്ടായിരുന്നു സംസാരം എന്നാണ് വർഷ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അല്ല, ഇനി മുറി അടച്ചിട്ട് നിൻ്റെ കൂട്ടുകാരിയായിട്ട് ചർച്ച നടത്തി നീ ആ വിക്രത്തിൻ്റെ ആ ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ആലോചന നടത്തുവാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്ക് വിക്രത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പം ശ്രീകാന്ത് പറയാണ്, അത് നിൻ്റെ തോന്നൽ തന്നെയാണ്, അവൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, ആരുടെയെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞ് അവനെ അന്നേരം കൊല്ലും, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് ശ്രീകാന്ത് വേദയെടുത്ത് പറയാണ്. ആ വാസവനാണെങ്കിൽ അവനെ തിരക്കി അടയ്ക്കുക, അയാളുടെ മോനെ കൊന്നതല്ലേ, അയാൾ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ നീ? പിന്നെ എന്തിനാ നീ അവൻ്റെ പക്ഷം ചേർന്ന് ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കണം. അപ്പോൾ വേദ പറയാണ്, ഞാനല്ല കൂടിയാലോചന നടത്തുന്നത്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനും കൂടെ ചേർന്ന് കൂടിയാലോചന നടത്തുന്നത്, എങ്ങനെ വരുണിനെ കൊന്ന കുറ്റം വിക്രത്തിൻ്റെ തലയിലാക്കാം എന്ന്.
അത് ചെയ്തത് നിങ്ങളൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വിക്രത്തിൻ്റെ തലയിലാക്കണം, അതാ നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയാമെന്ന് പറയണം. അപ്പോഴേ ശ്രീകാന്ത് അങ്ങനെ ദേഷ്യപ്പെട്ട് വേദയെ അടിക്കാൻ കൈ പൊക്കുകയാണ്. നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അടിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ വേദയാണെങ്കിൽ വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ തൊട്ടു പോവല്, നിങ്ങളെ തൊട്ട് കഴിഞ്ഞാലേ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറഞ്ഞിട്ട് വേദ ഭയങ്കരമായിട്ട് ദേഷിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ വിക്രം ബാൽക്കണിയിലോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പടിയേറി വേണം സ്റ്റോർ റൂമിലേക്ക് പോകാൻ. അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് താഴെ പത്മ നിൽപ്പുണ്ട്. പത്മം എന്തിനു വേണ്ടി പുറത്തേക്കാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. താഴെ പത്മം നിൽക്കുന്ന കാരണം മുകളിലോട്ട് കയറാനും വയ്യ. അങ്ങനെ അവിടെ തന്നെ ഒളിച്ചിങ്ങനെ നിൽക്കുന്ന പതുക്കെ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പുറത്ത് വേദയും ശ്രീകാന്തും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, പണ്ടാത്തോട്ടെ ഞാൻ ഭയക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇപ്പം എനിക്ക് ഒന്നും നോക്കാനില്ല. കാരണം നിങ്ങൾ വരുണിനെ കൊന്നിട്ട് ആ കൊലക്കുറ്റം വിക്രത്തിൻ്റെ തലയിൽ ഇടാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളാ ദീപ്തിയെ ചതിച്ചെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇതെങ്ങാനും ദീപ്തി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വെച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അപ്പോൾ വേദ പറയാണ്, ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെ തന്നെ ഇരുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, എന്നും ഇതേപോലെ ഓരോ കള്ളത്തരങ്ങൾ കാണിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. എപ്പോഴെങ്കിലും പിടിക്കപ്പെടും, അതുറപ്പാണ്. ഇപ്പം ആ SI സാബുവിൻ്റെ അവസ്ഥ കണ്ടല്ലോ, അതുപോലൊരവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കട്ടെ. പിന്നെ വാസവനെങ്ങാനും അറിഞ്ഞാൽ വിക്രമല്ല ഇതിൻ്റെ പിന്നിൽ, നിങ്ങളുടെ അമ്മായിച്ചനും കൂടെ ഇതിൻ്റെ പിന്നിൽ നിങ്ങളാണ് അറിഞ്ഞ രണ്ടിനെയും അയാൾ വെറുതെ വെച്ചേക്കത്തില്ല. അതും കൂടെ ഓർക്കുന്നത് നല്ലതാ എന്ന് പറയണം. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഒന്ന് ഭയക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ കാര്യം അന്വേഷിക്കാനോ എന്നെ ഭരിക്കാനോ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ മുറിയിരുന്ന് ആഹാരം കഴിക്കും, ചിലപ്പം മുറിയിൽ എൻ്റെ കൂട്ടുകാരികളെ വിളിച്ചു കയറ്റും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ കാര്യം അന്വേഷിക്കാൻ വരേണ്ട കാര്യമില്ലെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഈ വീട്ടിൽ നീ താമസിക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യം ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവരുടെ നിങ്ങളുടെ തനി സ്വഭാവം ഞാൻ പറയേണ്ട വരും. അത് നിങ്ങൾ ഓർത്തോണം എന്ന് പറയാണ്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അച്ഛനറിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതുകൊണ്ട് എന്നെ കൂടുതൽ ഭരിക്കാൻ നിങ്ങൾ വരണ്ട, അതാ നിങ്ങൾക്ക് നല്ലത്. എന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അത് നിങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഭാര്യയുടെ അച്ഛൻ്റെയും വാക്കുകളൊക്കെ കേട്ട് അവിടെ ഇരുന്നാൽ മതി, എന്നോട് കൂടുതൽ കളിക്കാൻ വരണ്ട എന്ന് വേദ പറയുകയാണ്. എന്ന് പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ആകപ്പാടെ ചമ്മയെ നാറിയ ഒരവസ്ഥയാണ്. കാരണം വേദയെ ഭരിക്കാൻ ചെന്നിട്ട് വേദയാണെങ്കിൽ ശ്രീകാന്തിനെ പൊളിച്ചടുക്കി. അങ്ങനെ ആകപ്പാടെ ചമ്മയെ നാറിയ അവസ്ഥയിൽ ശ്രീകാന്ത് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്.